അപ്പൊ നമുക്കൊരു എനർജി ബൂസ്റ്റപ്പിന് വേണ്ടി ചിരി ചിരി റൗണ്ട് ആയാലോ? റെഡി. ആരാണ് എത്തുന്നതെന്ന് അറിയാമോ? നമ്മുടെ ശിവകാമി കുട്ടിയാണ് ചിരി ചിരി റൗണ്ടുമായിട്ട് എത്തുന്നത്. ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒരു ചിരി ചിരി റൗണ്ട് ആയിരിക്കും ഇത്, ശിവകാമി കുട്ടിയുടെ. സോ ലെറ്റ്സ് വെൽക്കം ശിവകാമി കുട്ടി ഓൺ സ്റ്റേജ്. ഓ ഹായ്, എക്സിക്യൂട്ടീവ് ശിവകാമി കുട്ടി അല്ലേ? വേറൊരു ഒരു കുർത്തയൊക്കെ ഇട്ട് ഹായ്, ഒരു ചേച്ചിയെ പോലെ ഉണ്ടല്ലോ. നാണോ? ആരാ ഇത്? പേഷ്യന്റോ? ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര സുന്ദരിയായിട്ടൊരു പേഷ്യന്റിനെ കാണുന്നത്. ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ക്യാപ്റ്റൻ ഡോക്ടർ അല്ലേ? ഹായ് ഡോക്ടറെ. ഡോക്ടർ. ഹായ് ഡോക്ടർ. ഇതെന്തിനാ? എത്തിയിട്ടുണ്ട്. ഹായ് ഡോക്ടർ. അങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിക്കും ഒരു ഡോക്ടറാണ്. അത് തന്നെ MRCP അല്ലേ? അതാരാ? എഡിൻബറോ, ഓ. അങ്ങനെ ലണ്ടൻ പല സ്ഥലങ്ങളിൽ നിന്നും പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് പഠിച്ച് അവസാനം ഡിഗ്രീസ്. അതെ. ഹായ് മാം. ഹായ്. നമസ്തേ ഗൈസ്. ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല കേട്ടോ, ഡിസ്റ്റന്റ് ആയിരുന്നു. ഓൺലൈൻ വരി ക്രാഷ് കോഴ്സ്. ഈ ഇതിന്റെ പേരെന്താ? ഏത്? ഇതിന്റെ പേര് സ്റ്റെതസ്കോപ്പാ? അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ പേഷ്യന്റിന് എന്താ അസുഖം അത് പറഞ്ഞില്ലല്ലോ. അത് പാടി പറയത്തേ ഉള്ളു അസുഖമൊക്കെ. ആണല്ലേ? അങ്ങനെയൊന്നും പറയത്തില്ല, പാടി പറയും എന്താ അസുഖം അല്ലേ. എന്നാ പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ. കഴിഞ്ഞ ഷെഡ്യൂളിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നേ. മന്ത്രി വീണ മാഡനെ വിളിച്ചായിരുന്നേ. അപ്പോഴ് എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോഴ് വീണ മാഡത്തിന് ഒരു ഹായ് കൊടുക്കണേ. പിന്നെ നമ്മുടെ ബഹുമാനിയായ പ്രിയപ്പെട്ട ആരോഗ്യ മന്ത്രി വീണ ജോർജിന് ഒരു ഹായ്. ഹായ്. പിന്നെ ENT-യിലെ ജയപ്രഭ ഡോക്ടറിനും. ഡോക്ടർ ജയപ്രഭ. ഹായ്. എനിക്ക് ഒരാൾക്ക് കൂടെ പറയാനുണ്ട്, താങ്ക്സ് പറയാനുണ്ട്. അത് നമ്മുടെ കുഞ്ഞിനാ, തിരിച്ചു വന്നില്ലേ? അതെ. ശിവകാമി കുഞ്ഞെ, താങ്ക് യു സോ മച്ച് ശിവകാമി. ശരിയായില്ലേ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം മാറി, എല്ലാം ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ് ഇപ്പൊ. മറ്റേ പേഷ്യന്റ് ആക്ടിങ് കേട്ടോ, പാട്ടില് അത് ആക്ടിങ്. ഓക്കെ, ഞാൻ പിന്നെ ശരിക്കും ഡോക്ടറാണല്ലോ. ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കാം, ഒരു സാധനം കൊണ്ട് ഉണ്ട്. ദൈവമേ, അതൊന്നും കാണിക്കല്ലേ മോശേട്ടാ. ചങ്ങലൊക്കെ ഇട്ടിരിക്കുകയാണ്. കുഞ്ഞെ ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട്, ഫീസ് ഉണ്ടോ കയ്യില്? ഫീസ് ഇല്ലാതെ എങ്ങനെ ഡോക്ടറെ കണ്ട ഡോക്ടർ കാണുമോ? പാടി വീഴ്ത്തും. അതാണ് മീനൂട്ട പറഞ്ഞതാ കറക്റ്റ്. പാട്ട് കേട്ടാ പിന്നെ ഫീസ് വേണ്ട. അതെ, പാട്ടാണ് ഫീസ് ആയിട്ട് കൊടുക്കുന്നത്. യെസ്. ഓക്കെ, പോരട്ടെ. ഏത് പാട്ട്? ഡോക്ടർ സാറേ. ഡീറ്റെയിൽസ്? സിനിമ സന്ദർഭം, സംഗീതം ജോൺസൺ മാസ്റ്റർ, വരികൾ പൂവച്ചൽ ഖാദർ സാറ്, വർഷം 1984, പാടിയത് യേശുദാസ്. വെരി ഗുഡ്. മിടുക്കി. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ശിവകാമി കുട്ടി. ഓൾ ദി ബെസ്റ്റ് പേഷ്യന്റ്. ഫീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആര്യ ചേച്ചിനെ പോലത്തെ വ്യാജ ഡോക്ടേഴ്സിനൊന്നും ഫീസ് കൊടുക്കണ്ടല്ലോ. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആപത്താണ്.
ഡോക്ടർ സാറേ ലേഡി ഡോക്ടർ സാറേ എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ച് രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ ആപത്താണ് മാറുമോ നോക്കാം ഡോക്ടർ സാറേ ലേഡി ഡോക്ടർ സാറേ എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ച് രോഗമൊന്നു നോക്കണേ ഫീസില്ലാതെ സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ ആപത്താണ് ലാ 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 സബാഷ് കലക്കി കലക്കി അടിപൊളി. ഇപ്പൊ കുഞ്ഞിനെ ഇവിടെ കാണുമ്പോഴുണ്ടല്ലോ എന്തോ ഒരു സന്തോഷാണ്. പിന്നെ പിന്നെ എന്ത് രസമായിട്ടാ പാടണേ. എന്ത് രസമായിട്ടാ പാടുന്നത്. അതെ, അതെ. ഒന്നും പറയാൻ തോന്നുന്നില്ല വേറെ. ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും കുഞ്ഞിങ്ങനെ ഹോസ്പിറ്റലും വീടുമായിട്ട് പിന്നെയും ഹോസ്പിറ്റൽ വീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിന്റെ ഈ അസുഖം മാറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര എത്ര ആയിരം ആയിരം ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അതിലൊരാൾ ഞാനുമാണ്. എപ്പോഴും പ്രാർത്ഥനയുണ്ട് അല്ലേ മിനുകുട്ടാ? ആര്യ അല്ലേ? ശിവഗാമി ഈസ് ബാക്ക് Yes. വിത്ത് ഓൾ എനർജി. അതാണ് ആൻഡ് പവർ. പവർ Yes. ആൻഡ് Perfection. പെർഫെക്ഷൻ ഗ്രേസ് Yes. എന്നൊക്കെന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനിടയിൽ കുറെ ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ എന്തൊക്കെയായിരുന്നു? Don't touch me. അതെങ്ങനെയായിരുന്നു? അതെങ്ങനെ? അങ്ങനെയല്ലല്ലോ ഇപ്പൊ പറഞ്ഞു അയ്യോ. Don't touch me. അങ്ങനെയല്ലല്ലോ പറഞ്ഞു. Don't touch me. ഇങ്ങനെ പറഞ്ഞു. Don't touch me. കുറച്ചുകൂടി ദേഷ്യത്തിൽ പറയണ്ടേ? Don't touch me. അങ്ങോട്ട് നോക്കി പറഞ്ഞു. Don't touch me. ആ അടുത്തത് ഛേ, ഒന്ന് ചുമ്മാതിരിക്കും മനുഷ്യ. അടുത്തത് ആലോചിക്കട്ടെ മാറുമോ നോക്കാം. ആ മാറി. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയുന്നു എല്ലാം മാറി. മാറി. പാട്ട് പാടിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഈ കുട്ടിക്കുള്ളൂ. എന്നാലും പിടിച്ചോ ഒരു പാൻറ്റോപ്പ് കഴിച്ചോ വയറുവേദന വന്നാൽ. ആകെ അറിയുന്നൊരു മരുന്നായിരുന്നു അത് എഴുതി കൊടുത്തു. പാടിയത് സൂപ്പർ ആയിരുന്നേ, സൂപ്പർ ആയിരുന്നേ. കലക്കി. അനുപല്ലവി പാടിയില്ലേ? അവിടെ ഒരു നല്ലൊരു മെലോഡിയസ് ആയിട്ട് പാടിയല്ലോ. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശിവകാമി കുട്ടി എന്ത് പാടിയാലും അതിലൊരു മെലഡി ഇങ്ങനെ അതെ. കയറി വരും, അറിയാതെ ഇങ്ങനെ കയറി വരും. അത് നമ്മളെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതൊന്ന് പാടിക്കേ. ആണിനേക്കാൾ പെണ്ണിനേറെ കോപം എന്തടി ഡോക്ടർ സാറേ. ആ മെലഡി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കോപം വരില്ല, നമുക്ക് ഭയങ്കര സ്നേഹം വരും. കോപം എന്ന് പറയുന്നത് എന്തോ ഒരു നല്ലൊരു കാര്യം പോലെയാണ് അവിടെ ശിവകാമി കുട്ടി പാടുന്നല്ലേ. അതെ, ഒരു അതെ. സ്നേഹം. ആ ഒരു സ്നേഹം എന്ന് അത് കോപം മാറ്റി സ്നേഹം എന്ന് പാടാമോ? ആണിനേക്കാൾ പെണ്ണിനേറെ സ്നേഹം എന്തടി ഡോക്ടർ സാറേ. അങ്ങനെയല്ല, സ്നേഹം എന്ന് പറയുന്നതാണ് കോപം, കോപം എന്ന് പറയുന്നതാണ് സ്നേഹം. കോപം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോപിക്കണ്ടേ? അപ്പൊ എങ്ങനെ പാടും? ആണിനേക്കാൾ പെണ്ണിനേറെ കോപം എന്തടി ഡോക്ടർ സാറേ. കുറച്ചുകൂടെ കോപിക്കാൻ തോന്നണം അല്ലേ? പാവല്ലേ, കുഞ്ഞല്ലേ? ശിവകാമി കുട്ടിക്ക് അങ്ങനെ അങ്ങനെ കോപം കോപം വരില്ല. തോന്നുന്നില്ല. അതെ. എനിക്ക് ഭയങ്കര ദേഷ്യം എന്നെങ്ങനെ പറയും? അവസാനം ശിവകാമി ഇങ്ങനെ പാടും. ആണിനേക്കാൾ പെണ്ണിനേരെ കോപം എന്തടി. പല്ലൊക്കെ കടിച്ച്. എനിക്ക് മധുവങ്ങളുടെ അടുത്ത് ഭയങ്കര ദേഷ്യം അതെങ്ങനെ പറയും? എനിക്ക് മതങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. ഇങ്ങനെ ചിരിച്ചോണ്ടാ. എനിക്ക് മകളുടെ ഭയങ്കര ദേഷ്യം.
ഭയങ്കര ദേഷ്യാണ്. പ്ലീസ്, ഭയങ്കര ദേഷ്യാണ്. മുഖമൊക്കെ ചിരിക്കരുത്, ഒന്നുകൂടെ കുറച്ചുകൂടി ഗൗരവത്തില്. ഒന്നുകൂടെ പറയട്ടെ. ആ, എനിക്ക് മധുവങ്കളിനോട് ഭയങ്കര ദേഷ്യ. അപ്പോഴും കുറച്ച് ചിരിയുണ്ട്. അതെ, എനിക്കല്ലേ, ഞാൻ പാവമല്ലേ, എനിക്ക് Okay. ഈ തൊഴിലല്ലാതെ വേറെ ഒന്നും അറിയില്ലല്ലോ. ഞാനൊരു ഡോക്ടറല്ലേ. എനിക്ക് മധുവങ്ങളോട് ഭയങ്കര ദേഷ്യ. കുറച്ചുകൂടെ ദേഷ്യപ്പെട്ട് ഇവിടെ ഒരു ഇഷ്ടമില്ലാത്ത പോലെ. ഓ, എനിക്ക് ഒരിക്കലും മധുവങ്കളോട് അങ്ങനെ പറയാൻ പറ്റില്ല. Why? Why മധുവങ്കളോട് ഭയങ്കര ദേഷ്യമാണ്. അതെ, പറഞ്ഞല്ലോ. ക്യാപ്റ്റന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. അത് ആരിശേഷിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇങ്ങനെയാണോ? അയ്യേ, അത് ഒറിജിനൽ ആയിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞു പാടി കേട്ടില്ലേ, എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഏത് പാട്ട് പാടിയാലും, ഏത് ജനസിലുള്ള പാട്ട് പാടിയാലും ശിവകാമി കുഞ്ഞിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അതിനാണ് നമ്മൾ വലിയൊരു കൈയടി കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ചില ഷെഡ്യൂളിൽ ചില കുട്ടികൾക്ക് വരാൻ പറ്റാതെ വരില്ലേ, അപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ അന്വേഷിക്കും, ആ കുട്ടി എവിടെ പോയി, എന്താ കാണാത്തതെന്ന് ചോദിക്കും. പലപ്പോഴും നമ്മുടെ രാകേഷിനെയും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന, പുറത്തിറങ്ങുമ്പോൾ കാണുന്ന പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ശിവകാമിയെ കാണാതാകുമ്പോൾ എല്ലാവരും ചോദിക്കും. പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലും സുഖമില്ലാതെ ഇങ്ങനെ ആവുന്നതുകൊണ്ട് എന്തായി എന്ന് പ്രത്യേകിച്ച് ആൾക്കാർക്ക് കുറച്ചും കൂടി ആകാംക്ഷയാണ് ശിവകാമിയുടെ കാര്യത്തിൽ. അപ്പം ഞങ്ങളൊക്കെ മിസ് ചെയ്യാന്ന് കേട്ടോ, ഇവിടെ കാണാതാവുമ്പോ. എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ കേട്ടോ. ഇതുപോലെ എപ്പോ തിരിച്ചു വന്നാലും സുഖം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അതൊന്നും അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, നല്ല പെർഫെക്ഷനോട് കൂടിയാണ് പാടുന്നത്. പെർഫെക്ഷൻ എന്ന് പറയുമ്പോ മച്ചേട്ടാ, ഞാനിപ്പോ അടുത്ത് നിന്നിട്ട് ഇപ്പൊ ബോഡി പോസ്ചറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എപ്പോഴും പറയാറില്ലേ, കറക്റ്റ് ആണ്. ഏത് ഹൈ പാടുമ്പോഴും ലോ പാടുമ്പോഴും കഴുത്ത് ചെരിയോ ഷോൾഡർ ഏതാ ഒന്നും എനിക്ക് ജാനകിയമ്മയാണ് ഓർമ്മ വരുന്നത്. അതെ, ജാനകിയമ്മ എത്ര ഹൈപ്പിച്ച് പാടിയ, എത്ര വലിയ സംഗതി പാടിയാലും തല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും. ചെറിയ ബുക്കിൽ നോക്കി കണ്ടിട്ടില്ലേ, പാടുന്ന തല അനക്കേയില്ല, ഒരേ മുഖഭാവം അല്ലേ? അതെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പെർഫെക്റ്റ് സിംഗിങ് എന്ന് പറയില്ലേ, അപ്പൊ കാണിക്കുന്ന ഒരു ബോഡി പോസ്ചർ ആണ്. നാച്ചുറലി ശിവകാമിക്ക് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലാണ് പാടുന്നത്. അപ്പോൾ ശിവകാമി കുഞ്ഞ് ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്, നമ്മൾ പാട്ടുകൾ കേൾക്കാത്തത്. ആ പാട്ടുകൾ കേൾക്കാത്തതിന്റെ ഒരു കുറവ് നമുക്കുണ്ടായിരുന്നു. അതിപ്പോ മാറി, അത് സന്തോഷമായി മാറി. ഈ കുഞ്ഞിന് എപ്പോഴും ആ ആരോഗ്യം അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കൈക്കൊള്ളാം തീർച്ചയായിട്ടും. അപ്പോൾ ശിവകാമി കുഞ്ഞെ, ഇന്ന് എത്രയാണ് മാർക്ക്? എത്ര വേണം? പറഞ്ഞോ മൈക്കി പറഞ്ഞോ. തിരിച്ചു വരെ ഒരു മധുരമഴയിലാവട്ടെ അല്ലേ? അതെ, മുട്ടായ്മ പെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് പറയുന്ന രീതി. പോരട്ടങ്ങനെ ഒരു മധുരമഴ. ശിവകാമി കുഞ്ഞ് ഗോയിങ് ടു ബി അവാർഡഡ് 100 on 100 today. ഒക്കെ പുതിയതാണല്ലേ? എല്ലാം പുതിയതാ. ഞാൻ തീരുമാനം എടുത്തിട്ടാ വന്നേ, മിഠായി കഴിക്കരുതെന്ന്. നടക്കും വേറെ. എല്ലാരും ധൈര്യമായി കഴിച്ചോ, എന്റെ കയ്യില് മരുന്നുകളെല്ലാം സജ്ജമാണ്. ആർക്കും ഒന്നും സംഭവിക്കാൻ ഇത് മാത്രല്ല, നമ്മുടെ ശിവകാമി കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. മധുവങ്കൾ അവിടെ വെറുതെ ഇരിക്കില്ലേ, മധുവങ്കളെ വിളിക്കാം നമുക്ക്. അപ്പൊ കംപ്ലീറ്റ് ആവും സ്റ്റേജ്. മധുവങ്കൾ വെൽക്കം. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാത്ത സ്വകാര്യങ്ങൾ. ശിവകാമക്കുട്ടി, ശിവകാമിക്കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. ഓ, നല്ല രസാ കവർ കാണാൻ കേട്ടോ. ശിവകാമിക്കുട്ടി അടിപൊളിയായിട്ട് പാടി കാലക്കി. ഞങ്ങൾക്കൊക്കെ വളരെ 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 ഇഷ്ടോ, പ്രേക്ഷകർക്കും അല്ലേ? അതെ, ആ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും ആ സീറ്റിൽ പോയിരിക്കാൻ പോവുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ശിവകാമിക്കുട്ടിയും കൂടെ പോക്കോ. ടാറ്റാ.